റെയിൽവേയിലൊക്കെ ഒരു ജോലി കിട്ടുക എന്നത് പലരുടെയും സ്വപ്നമാണ്. അതിനായി നിരന്തരമായ പരിശ്രമങ്ങളും കഠിനാധ്വാനവും ഒക്കെ ചെയ്യുന്നവരുമുണ്ട്. അത്തരക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇനി പറയുന്നത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ SI കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്ന അവകാശവാദവുമായി ഒരു നോട്ടിഫിക്കേഷൻ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ RPF-ൽ 4208 കോൺസ്റ്റബിൾ, 452 സബ് ഇൻസ്പെക്ടർമാരുടെ ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്ന വിവരമാണ് നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ളത്. ആകെ 4660 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നു. എന്താണ് ഇതിനു പിന്നിലെ യാഥാർത്ഥ്യമെന്നറിയാൻ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹ മാധ്യമ പേജുകളും പരിശോധിച്ചു. അവിടുന്ന് ലഭിച്ച വിവരമനുസരിച്ച് അവസാനമായി 2018 പുറത്തുവിട്ട സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ പരീക്ഷയുടെ വിവരങ്ങളാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പേജുകളിലും ഈ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. കൂടാതെ RPF-ഓ റെയിൽവേ മന്ത്രാലയമോ ഇത്തരമൊരു റിക്രൂട്ട്മെന്റ് അറിയിപ്പ് നൽകിയിട്ടുമില്ല. എന്നാൽ RPF-ന്റെ ഔദ്യോഗിക X പേജിൽ നിന്ന് ഇതേ നോട്ടിഫിക്കേഷന്റെ സമാന ചിത്രം കണ്ടെത്തി. തട്ടിപ്പുകളെ ഒഴിവാക്കി നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പാതയിൽ തുടരുക. റെയിൽവേ ജോലി സാധ്യതകളെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കുക എന്ന തലക്കെട്ടോടെ ഈ റിക്രൂട്ട്മെന്റ് വാർത്ത വ്യാജമാണെന്ന അറിയിപ്പാണ് RPF നൽകിയിരിക്കുന്നത്. കൂടാതെ നോർത്തേൺ റെയിൽവേ വിഭാഗവും ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ നിയമനം സംബന്ധിച്ച് റെയിൽവേ മന്ത്രാലയത്തിന്റെ പേരിൽ പുറപ്പെടുവിച്ച വ്യാജ അറിയിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. ഇത്തരമൊരു അറിയിപ്പ് റെയിൽവേ നൽകിയിട്ടില്ല. നിങ്ങളുടെ സ്വകാര്യ സാമ്പത്തിക വിവരങ്ങൾ ഒരിക്കലും പങ്കിടരുത് എന്ന മുന്നറിയിപ്പുമായാണ് പോസ്റ്റർ നൽകിയിരിക്കുന്നത്. കേരള പോലീസും സമൂഹ മാധ്യമത്തിൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വ്യാജമാണെന്ന് സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ SI കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ എന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് മനസ്സിലാക്കാം. ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ജാഗ്രത പാലിക്കുക.